ഷീ ലൈഫിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കുട്ടികളെ ഒരമ്മയെപ്പോലെ ചേർത്ത് പിടിച്ച, പ്രകൃതിയെപ്പോലും അവരോടൊപ്പം നിർത്തി എല്ലാവർക്കുമൊപ്പം എത്താൻ അവരെ കൈപിടിച്ച് നടത്തുകയാണ് വെള്ളായണി കാർഷിക കോളേജിലെ അധ്യാപികയായ ഡോക്ടർ ബേല. മാതാപിതാ ഗുരുദൈവം എന്ന ചൊല്ല് എല്ലാ അർത്ഥത്തിലും അന്വർത്ഥമാക്കുകയാണ് ബേല ടീച്ചർ. ടീച്ചറെക്കുറിച്ചും ടീച്ചറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ആദ്യം പറയാൻ പോകുന്നത്. മറ്റുള്ളവർക്ക് പലപ്പോഴും അസാധ്യമെന്ന് തോന്നുന്നവ നിരന്തര പരിശ്രമങ്ങളിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്ന് തെളിയിച്ചവർ നിരവധിയാണ്. അതിനായി എത്ര കഠിനാധ്വാനം ചെയ്യാനും അവർ തയ്യാറാണ്. പ്രത്യേകിച്ചും സമൂഹത്തിൽ പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർക്കായി. നിരന്തരമായ പഠനങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും സമൂഹത്തിന് അത്ര പരിചിതമല്ലാത്ത ഒരു ചികിത്സാ രീതിയിലൂടെ പരാശ്രയത്വത്തിൽ ജീവിക്കേണ്ടിവരുന്ന ഒരു വിഭാഗത്തെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുകയാണ് വെള്ളായണി കാർഷിക കോളേജിലെ അധ്യാപികയായ ഡോക്ടർ ബേല. ഡോക്ടർ ബെഞ്ചമിൻ റഷ് എന്ന് പറയുന്നത് അമേരിക്കൻ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കാട്രിയാണ്. അദ്ദേഹത്തിനെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. സോ ഇദ്ദേഹം വന്നിട്ട് വേൾഡ് വാർ സമയത്ത് കുറച്ച് ഭടന്മാരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് ഈ കൃഷിയിൽ കൂടെ റീഹാബിലിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു തെറാപ്പി സംഭവിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്നുള്ള ഒരു ഡിസിപ്ലിൻ തന്നെ ഒരു ഫോർമുലേറ്റ് ചെയ്യുന്നത്. പുതുതലമുറയ്ക്ക് കൃഷി അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ കാർഷിക സംസ്കാരത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുക എന്നതോടൊപ്പം തന്നെ കൃഷിയെ ഒരു ചികിത്സാരീതിയാക്കി മാറ്റിയെടുക്കുക കൂടിയാണ് ടീച്ചർ. ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ ഭിന്നശേഷിക്കാർക്ക് ഒരു പുതുജീവൻ നൽകുകയാണ് പ്രൊഫസർ ബേല. അപ്പോൾ ബേസിക്കലി ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ വൊക്കേഷണൽ എന്ന് പറയുന്നത് കൃഷിയിൽ കൂടെ അവർക്കൊരു തൊഴിൽ സമ്പാദിക്കുക അല്ലെങ്കിൽ സ്വന്തം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു റിക്രിയേഷൻ എന്ന് വെച്ചാൽ മനസ്സിന് സന്തോഷം കിട്ടുക. ആർക്കും അത്ര പരിചിതമല്ലാത്ത ഒന്നാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി. കൃഷിയും തെറാപ്പിയും സംയോജിപ്പിച്ചുകൊണ്ടാണ് പരിശീലനം നൽകുന്നത്. ഈ ഓട്ടിസം കുട്ടികളുടെ കൈകൾക്ക് ചിലപ്പോൾ അവർക്ക് ഗ്രിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുന്നവർക്ക് സാധാരണ ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കാറുണ്ട്. ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ഒരു ബോൾ കൊടുത്തിട്ട് അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്യാൻ പറയും. പക്ഷെ ഇവിടെ നമ്മൾ അതിന് പകരം സ്പോഞ്ച് കയ്യിൽ കൊടുത്തിട്ട് ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ പറയും. സ്പോഞ്ച് മുക്കി വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഈ പ്രവൃത്തിയിൽ എന്താണ് വാസ്തവ, ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ കൈക്ക് ഫിസിയോതെറാപ്പിയാണ്. സ്പീച്ച് തെറാപ്പി, ഇപ്പം സ്പീച്ച് തെറാപ്പി എന്നൊരു കുട്ടിയാണെങ്കിൽ വായിക്കാത്ത കുറച്ച് നേരം വെള്ളം കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ചെടികളിലോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ വാസ്തവത്തിൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതിനെയൊക്കെ കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. കാർഷിക സർവകലാശാലയുടെ കീഴിൽ വെള്ളായണി കാർഷിക കോളേജിലാണ് ആദ്യമായി ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡൻ രൂപകൽപ്പന ചെയ്തത്. ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്നത് കൃഷിയും തെറാപ്പിയും കൂടെ സംയോജിച്ചുകൊണ്ട് മനുഷ്യക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇവിടെ നമ്മൾ കാർഷിക സർവകലാശാലയുടെ കീഴിൽ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിലാണ് ആദ്യമായിട്ട് നമ്മളൊരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡൻ സെറ്റ് ചെയ്യുകയും വിവിധ തരത്തിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഇവിടെ പ്രവേശനം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഫണ്ട് ചെയ്തൊരു പ്രോജക്റ്റ് ഭിന്നശേഷിയായ കുട്ടികളെന്ന് വെച്ചാൽ 18 വയസ്സിന് ശേഷം എന്ന് വെച്ചാൽ സ്കൂൾ വരെ കുട്ടികൾ, ഇവിടെ ഭിന്നശേഷിയായ കുട്ടികൾക്ക് സ്കൂളുണ്ട്, അവർ സ്കൂളിൽ പോകും. പക്ഷെ അത് കഴിഞ്ഞ് എന്ന് ചോദിക്കുമ്പോഴാണ് പലപ്പോഴും പേരൻസ് അവർ എന്തിനി ചെയ്യും കുട്ടികളെ കൊണ്ട്. അപ്പം നമ്മൾ അവരെ ശരിക്കും ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. രാവിലെ മുതൽ ആരംഭിക്കുന്ന പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കൊപ്പം ബേല ടീച്ചറും ഉണ്ടാകും. അവർക്ക് കൃഷിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാനും അറിവ് പകർന്നു നൽകാനും ഒരു സുഹൃത്തിനെ പോലെ, അമ്മയെപ്പോലെ. കൃഷിയിൽ കൂടെ കൃഷി പഠിക്കുക, ചെടി വളർത്താനും ചെടി പരിപാലിക്കാനും അതിൻ്റെ സാപ്ലിങ്സ് ഉണ്ടാക്കുക, തൈകൾ ഉണ്ടാക്കി നിർമ്മിക്കാനും അത് വിൽക്കാനും ഒക്കെ അവരിവിടെ മഷ്റൂം കൾട്ടിവേഷൻ, കൂണ് കൃഷി ഇതൊക്കെ അവരിവിടെ വരുമ്പോൾ പഠിക്കുകയും. കൃഷിയിലൂടെ തൊഴിൽ നേടുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യമെന്നും ടീച്ചർ പറയുന്നു. അപ്പോൾ ബേസിക്കലി ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ വൊക്കേഷണൽ എന്ന് പറയുന്നത് കൃഷിയിൽ കൂടെ അവർക്കൊരു തൊഴിൽ സമ്പാദിക്കുക അല്ലെങ്കിൽ സ്വന്തം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ശാരീരിക വൈകല്യങ്ങളെ അതിജീവിക്കാനും മാനസിക വളർച്ച നേടാനും ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ സാധിക്കുന്നു. ഉദ്യാന പരിപാലനവും അതുപോലെ മറ്റ് കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളിലൂടെയും
അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വീണ്ടെടുക്കുകയും അവരെ സമൂഹത്തിലെ ഉത്തമ പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന സാങ്കേതിക പ്രവർത്തനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളും എല്ലാം എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ടീച്ചർമാർ അല്ല ഒരുപാട് കാര്യങ്ങളും ടീച്ചർമാരിൽ നിന്ന് അല്ല ഒരുപാട് അറിവ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കൃഷിയും കാര്യങ്ങളും പിന്നെ ടീച്ചർമാർ എല്ലാ ടീച്ചേഴ്സും നമ്മളെ സഹായിക്കുന്നുണ്ട്. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വേല മിസ്സും ആയിട്ടുള്ള ടീച്ചർമാരെല്ലാം വിവിധ തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങളാണ് ഇവിടെ നൽകുന്നത്. ഓരോ വിഭാഗത്തിനും പ്രത്യേക പരിശീലനം. ശാരീരിക വൈകല്യം, ഓട്ടിസം, കേൾവിക്കുറവ്, കാഴ്ചശക്തി ഇല്ലായ്മ തുടങ്ങിയ വൈകല്യമുള്ളവർക്കാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. നമുക്ക് എല്ലാതരം കുട്ടികളും ഭിന്നശേഷികളായ എല്ലാ ഗ്രൂപ്പിലെ കുട്ടികളും ഉണ്ടായിരുന്നു. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളവർ, കാഴ്ചശക്തി കുറവുള്ളവർ, പിന്നെ ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി ഉള്ള കുട്ടികളുണ്ടായിരുന്നു, ഓട്ടിസം ഉള്ളവരുണ്ടായിരുന്നു, ഹിയറിംഗ് ഇമ്പയർഡ് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെ പല വിഭാഗത്തിലെ ആൾക്കാർ ഇവിടെ വന്നിരുന്നു. അവർക്ക് എന്താണ് നമുക്ക് അവരുടെ ലിമിറ്റേഷൻസ്, അവരുടെ പരിമിതികളെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് അവർക്ക് വേണ്ടി ഫോർമുലേറ്റ് ചെയ്യുന്നത്. പഠനകാലത്ത് തന്നെ സമൂഹ നന്മയ്ക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമായിരുന്നു ടീച്ചർക്ക്. നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിലല്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് സംതൃപ്തി കിട്ടുക എന്നും ടീച്ചർ പറയുന്നു. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഭാഗമായുള്ള ഈ പദ്ധതിയിൽ പങ്കെടുത്ത പരിശീലനം നേടുന്ന ഓരോരുത്തരും തമ്മിൽ ദൃഢമായ ഒരു ആത്മബന്ധം തന്നെയാണ് ഉള്ളത്. മെയിൻലി അവർക്ക് നല്ലപോലെ സോഷ്യൽ ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 20 പേര് വന്നിരുന്നു, പക്ഷെ 14 പേരെ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പല റീസൺസ് കൊണ്ട്. ഈ 14 പേരും തമ്മിലൊരു നല്ല ഒരു എന്താ പറയുക, ഒരു ആത്മബന്ധം പുലർത്തിയിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സക്സസ്. അവർക്കൊരു വലിയൊരു ആത്മവിശ്വാസം തന്നെ നമുക്ക് നൽകാൻ കഴിഞ്ഞ് ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് കൃഷി വളരെയധികം ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടംപോലെ ഫ്രണ്ട്സും കാര്യങ്ങൾ എനിക്ക് ഓരോന്നും കിട്ടി. അതിനോടൊപ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട്. ബാക്കി പിന്നെ അല്ല വീട്ടിൽ കുറച്ച് കോഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതിൻ്റെ പരിപാലിച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരുടെ രക്ഷിതാക്കൾക്കായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നതെന്നും ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടായതെന്നും ടീച്ചർ പറയുന്നു. പേരൻസിന് 4 സെഷൻസ് നമ്മൾ പേരൻസിന് ഇതെന്താണ്, ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, വീട്ടിൽ പോയാലും ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു വർക്ക്ഷോപ്പ് നൽകിയിരുന്നു. ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയുടെ പഠന സാധ്യതകൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കുകയാണ് ടീച്ചർ. BA സൈക്കോളജി, MA സൈക്കോളജി, BSc അഗ്രികൾച്ചർ, BSc ഹോം സയൻസ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കാണ് ഈ കോഴ്സ് ചെയ്യാൻ ഏറ്റവും നല്ലത്, എലിജിബിൾ ആയിട്ടുള്ളത്. അവരത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറഞ്ഞാൽ പല ഡിസിപ്ലിൻസ് ഒന്നിച്ചു കൊണ്ടുവരുന്നതാണ്. അഗ്രികൾച്ചർ, ബിഹേവിയർ സയൻസ്, സൈക്കോളജി, ലാൻഡ്സ്കേപ്പിംഗ്, ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഇത് സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ കോഴ്സിൻ്റെ മോഡ്യൂളിൽ 1 വർഷത്തെ കോഴ്സാണ്. 6 മാസം കൊണ്ട് അവർക്ക് ഇതെല്ലാം പഠിക്കാൻ കഴിയും. 6 പേപ്പേഴ്സ് ഉണ്ട്. 6 പേപ്പേഴ്സിൽ ലാൻഡ്സ്കേപ്പിംഗ് വരും, ഹോർട്ടിക്കൾച്ചർ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, തെറാപ്യൂട്ടിക് ക്ലയൻസ്, നമ്മുടെ ക്ലയൻസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനത്തെ പല കോഴ്സസും കഴിയുമ്പോൾ ഇവർക്ക് ഇപ്പോൾ തൽക്കാലം സ്ഥാപനങ്ങളിൽ, ദാറ്റ് ഇസ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്, സ്പെഷ്യൽ സ്കൂൾസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി നൽകാൻ കഴിയും. ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യും. 22 വർഷത്തോളമായി ഔദ്യോഗിക രംഗത്ത് തുടരുന്ന ബേല ടീച്ചർ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ്. പൊതുവിടങ്ങളിൽ എന്തെന്നേക്കുമായി ഒറ്റപ്പെട്ടു പോകാമായിരുന്ന ഒരു വിഭാഗത്തിന് വഴികാട്ടിയായി അവരെ കൈപിടിച്ചുയർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ടീച്ചർക്ക് കഴിഞ്ഞുവെന്നത് തന്നെ മഹത്തായ ഒരു കാര്യമാണ്. മണ്ണിനെയും മരങ്ങളെയും മനുഷ്യനെയും ഒത്തുചേർത്ത പരിമിതികളെ എങ്ങനെ അതിജീവിക്കാമെന്ന് കാട്ടിത്തരികയാണ് പ്രൊഫസർ ബേല. സമൂഹ നന്മ ലക്ഷ്യമിട്ട ഇനിയും ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ ടീച്ചറിന് കഴിയട്ടെ. ഷീലൈഫിൽ ഇനിയൊരു ഇടവേള.